32ാമത്തെ എപ്പിസോഡാണ് നമ്മൾ എക്സ്പ്ലെയിൻ ചെയ്യാൻ പോകുന്നത്. ചാനൽ ഇഷ്ടമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. അപ്പോൾ എന്തായാലും സമയം കളയുന്നില്ല, നമുക്കെന്തായാലും വീഡിയോയിലേക്ക് കിടക്കാം. കഴിഞ്ഞ എപ്പിസോഡ് അവസാനിച്ചത് ബോന്തിത്ത സൗദാമിനോട് എല്ലാ കാര്യങ്ങളും തുറന്നു പറയുന്നതാണ്. അവൾ രാവിലെ ബെഡൊക്കെ നനച്ച് വെക്കുന്നത്, അവൾ എന്തിനാണ് പുഴയെ പോയിട്ട് കുളിക്കാൻ വേണ്ടി പോകുന്നതെന്നൊക്കെ അവൾ സൗദാമിനോട് തുറന്നു പറയുന്നത്. സൗദാമിനെ അവളെ സഹായിക്കാമെന്ന് പറയുന്നതോടുകൂടിയാണ് കഴിഞ്ഞ എപ്പിസോഡ് അവസാനിക്കുന്നത്. ഇനി ഈ എപ്പിസോഡിൻ്റെ തുടക്കത്തിൽ കാണിക്കുന്നത് അനിരുദ്ധ് സൗദാമിനിയുടെ വീട്ടിലേക്ക് ഇങ്ങനെ പോവാണ്. ഒരു ബുക്ക് തരാൻ വേണ്ടിയിട്ടാണ് പോകുന്നത്. എന്നിട്ട് അവന് അവിടെ അൽമാരയിലൊക്കെ ഇങ്ങനെ ആ ബുക്ക് തിരഞ്ഞുകൊണ്ടിരിക്കുമ്പോൾ അവിടേക്ക് സൗദാമിനി ഒരു ചായ ആയിട്ട് വരികയാണ്. അനിരുദ്ധ അവളോട് ഞാൻ വന്നത് നിനക്ക് എങ്ങനെ മനസ്സിലായി എന്ന് ചോദിക്കുമ്പോൾ അവൾ പറയാണ്, എനിക്ക് നീ എവിടെ ഉണ്ടെങ്കിലും മനസ്സിലാവും, നിൻ്റെ സ്മെല്ല് എനിക്ക് നന്നായിട്ട് അറിയാമെന്നിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ പറയണത് ഇത് ഒരു മാജിക്കാണെന്ന് പറയുമ്പോൾ ഏത് മാജിക്കൊന്നല്ല പറഞ്ഞിട്ട് അവൾ ആ ചായ എടുത്തിട്ട് അവന് കൊടുക്കുന്നുണ്ട്. എന്നിട്ട് അവൻ ആ ചായ കുടിച്ച് നോക്കുമ്പോൾ കുടിച്ചിട്ട് അവളോട് പറയാണ്, ഈ ചായ നല്ല ടേസ്റ്റ് ഉണ്ട്, നിൻ്റെ കൈക്ക് ശരിക്കും മാജിക്ക് അറിയാം, എനിക്കിപ്പോൾ ഒരു ചായയുടെ ആവശ്യം ഉണ്ടായിരുന്നു, എനിക്കിപ്പോൾ നന്നായിട്ട് ചായ കുടിക്കാൻ വേണ്ടി തോന്നിയിരുന്നു എന്ന് പറയുന്നിട്ട് അവൻ വീണ്ടും അത് കുടിക്കാൻ നിൽക്കുമ്പോൾ അവൾ പറയുകയാണെങ്കിൽ നിൽക്ക് കുടിക്കാൻ പറ്റേ, ഞാനൊരു സാധനം തരാൻ പറഞ്ഞിട്ട് അവൾ പോയിട്ടൊരു ബോക്സിൽ നിന്ന് ബിസ്ക്കറ്റ് ഇങ്ങനെ എടുത്ത് കൊടുക്കുന്നുണ്ട് അവന്. അപ്പോൾ അവൻ ആ ബിസ്ക്കറ്റ് നോക്കിയിട്ട് പറയാണ്, ഓ മിനി, ഇത് ലണ്ടനിൽ നിന്ന് ഞാൻ വരുമ്പോൾ കൂടുന്നതല്ലേ എന്ന് ഇങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ സൗദാമിനി പറയാണ്, ഇത് നീ വരുമ്പോൾ കൂടുന്നതാണ്, കഴിഞ്ഞ പ്രാവശ്യം വരുമ്പോൾ കൂടുന്നതാണ്, ഇതെനിക്ക് ഭയങ്കര ഇഷ്ടമാണ് ലണ്ടനത്തെ ബിസ്ക്കറ്റ് എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അവനാണെങ്കിൽ ആ ബോക്സിലത്തെ ബിസ്ക്കറ്റൊക്കെ എടുത്തിട്ട് ആ വേസ്റ്റ് ബിന്നിൽ കൊണ്ടിടുകയാണ്. അപ്പോൾ ഇത് കണ്ടിട്ട് സൗദാമിനി ചോദിക്കുകയാണ്, അനിരുദ്ധ് നീ എന്തായി ചെയ്യുന്നത്, ഈ നല്ല ബിസ്ക്കറ്റ് നീ കൊണ്ടിട്ട് അത് മുഴുവൻ കളയുന്നതെന്ന് ചോദിക്കുമ്പോൾ അനിരുദ്ധ് പറയാണ്, നിനക്കിത് അറിയില്ല മിനി, ഇത് എക്സ്പയറി ഡേറ്റ് കഴിഞ്ഞ ബിസ്ക്കറ്റാണ്, ഇത് നമുക്ക് കഴിക്കാൻ പറ്റില്ല, നമ്മുടെ ആരോഗ്യത്തിന് നല്ലതല്ല എന്ന് പറയുന്നുണ്ട്. മാത്രമല്ല നിനക്കറിയില്ല ഞാൻ വൃത്തിയുടെ കാര്യത്തിൽ എത്ര സ്ട്രിക്റ്റാന്ന്, എനിക്ക് ഈ രണ്ട് കാര്യങ്ങൾ മാത്രമേ എനിക്ക് സഹിക്കാൻ പറ്റാത്തുള്ളൂ. ഒന്നത് വൃത്തിയും പിന്നെ എന്നോട് നോണ പറയുന്നത് എനിക്ക് തീരെ സഹിക്കാൻ പറ്റില്ല, ഞാനത് തീരെ ക്ഷമിക്കാത്ത കാര്യമാണെന്ന് എനിക്കറിയില്ലേ മിനിന്ന് സൗദാമിനിയോട് ഇങ്ങനെ അനിരുദ്ധ് പറയാണ്. സൗദാമിനിയാണെങ്കിൽ ഇങ്ങനെ വിഷമിച്ച് നിൽക്കാൻ കണ്ടിട്ട് അനിരുദ്ധ് ഇങ്ങനെ അവളുടെ കൈ പിടിച്ചിട്ട് പറയാണ്, നീ വിഷമിപ്പിക്കാൻ വേണ്ടി പറഞ്ഞതല്ല നിന്നെ, നിനക്ക് ഈ ബിസ്ക്കറ്റ് വേണമെങ്കിൽ ഞാൻ നിനക്ക് ലണ്ടനിൽ നിന്ന് ഓർഡർ ചെയ്യാമെന്ന് അവൻ പറയുമ്പോൾ സൗദാമിനി പറയാണ്, അതൊക്കെ വിട്, നിനക്ക് എന്തായാലും ബാരിസ്റ്ററുടെ സർട്ടിഫിക്കറ്റ് ലണ്ടനിൽ നിന്ന് കിട്ടിയിട്ടില്ലേ, കൺഗ്രാജുലേഷൻ എന്ന് പറയാണ് അവനോട്, അതായത് വക്കീലായതിൻ്റെ സർട്ടിഫിക്കറ്റ് അവന് കിട്ടിയിരിക്കുകയാണ്. അപ്പോൾ അവൻ പറയാണ് താങ്ക്സ് എന്ന് പറയുമ്പോൾ അവൾ പറയണം, ഓ താങ്ക്സ് മാത്രമേ ഉള്ളൂ, നീ എനിക്ക് പാർട്ടി ഒന്നും അറേഞ്ച് ചെയ്ത് തരുന്നില്ലേ എന്ന് പറയുമ്പോൾ പാർട്ടിയൊക്കെ തരണ്ടേ, പക്ഷേ ഇപ്പോഴല്ല പിന്നെ തരാമെന്ന് പറയുന്നുണ്ട്. എന്നിട്ട് അവൻ പറയണേ എനിക്ക് കുറച്ച് ജോലിയുണ്ട്, നീ ഇവിടെ നിൽക്ക്, ഞാൻ പോവാമെന്ന് പറഞ്ഞിട്ട് ആ ബുക്കും മേടിച്ചിട്ട് അവൻ അവിടെ നിന്ന് പോവാണ്. അപ്പോൾ സൗദാമിനി അനിരുദ്ധ് ബാക്കി വെച്ച് പോയാൽ ചായയൊക്കെ എടുത്ത് കുടിക്കുന്നുണ്ട്. അപ്പോഴാണ് അവിടേക്ക് അവളുടെ അമ്മൂമ്മ വരുന്നത്. അപ്പോൾ അമ്മൂമ്മയോട് അവൾ സന്തോഷത്തിൽ പറയാണ്, അമ്മ ഞാൻ വലിയൊരു കാര്യം അറിഞ്ഞു അമ്മൂമ്മ, എനിക്ക് ബോന്തിത്തനെ പുറത്താക്കാനുള്ള ഒരു വക കിട്ടിയിട്ടുണ്ട് എന്നുള്ള രീതിയിലാണ് അവൾ സംസാരിക്കുന്നത്. എന്നിട്ട് അവൾ ബോന്തിത്തയുടെ ആ കാര്യമൊക്കെ പറയാണ്, അവൾ ബെഡിൽ മൂത്രമൊഴിച്ച് വെക്കണ കാര്യവും ഒക്കെ പറയാണ് അമ്മൂമ്മയുടെ. അപ്പോൾ ഈ സമയത്താണെങ്കിൽ ബോന്തിത്തനെ കാണിക്കുന്നുണ്ട്. ബോന്തിത്താണെങ്കിൽ ആ ബെഡൊക്കെ ഇങ്ങനെ നീക്കിയിട്ടിട്ട് ഇങ്ങനെ നിന്ന് പറയാണ്, സൗദാമിനി ചേച്ചി എന്നെ ഇനി ഹെൽപ്പ് ചെയ്യും, എൻ്റെ അമ്മ എന്നെ നോക്കണ പോലെ സൗദാമിനി ചേച്ചി ഇനി എന്നെ നോക്കിക്കോളുമെന്ന് അവളിങ്ങനെ പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനിയുടെ അമ്മൂമ്മ അവിടെ നിന്ന് ഇങ്ങനെ പോകാൻ നിൽക്കുമ്പോഴാവും അവിടെ ആ ഡസ്റ്റ്ബിന്നിൽ ഇങ്ങനെ ബിസ്ക്കറ്റ് ഇങ്ങനെ കിടക്കുന്ന കാണുന്നത്. അപ്പോൾ അവളോട് ചോദിക്കുന്നത് ഇത് ആരെങ്ങനെ ഇട്ടെന്ന് പറയുമ്പോൾ അവൾ വന്ന് പറയുകയാണ്, ഇത് അനിരുദ്ധാണ് ഇട്ടത്, അവൻ്റെ വിചാരം എന്താ, അവന് മാറി എന്നാണ് അവൻ്റെ വിചാരം, പക്ഷെ അവൻ ഒരിക്കലും മാറിയിട്ടില്ല, അവൻ ഇപ്പോഴും ആ ജന്മികളുടെ സ്വഭാവമാണ് അവൻ്റെ ഉള്ളിലുള്ളത്. വൃത്തിയുടെ കാര്യത്തിലൊക്കെ അവൻ ഭയങ്കര സ്ട്രിക്റ്റാണ്. അപ്പോൾ അതേപോലെ തന്നെ അവന് ബോന്തിത്തനെ വീട്ടിൽ നിന്ന് പുറത്താക്കും, അവൻ്റെ റൂമിൽ തന്നെ ആകെ വൃത്തികേടാക്കി വെച്ച് ആകെ സ്മെല്ലാക്കി വെച്ച് അവൻ എന്തായാലും ഇനി അവിടെ നിർത്താൻ പോകുന്നില്ല, ഇതറിഞ്ഞാൽ എന്തായാലും അവൻ അവിടുന്ന് ചവിട്ടി പുറത്താക്കുക തന്നെ ചെയ്യും പറഞ്ഞിട്ട് അവൾ നിന്ന് ചെറിക്കുന്നുണ്ട്. അവളൊരു ബൈനോക്കുലർ വെച്ചിട്ട് ബോന്തിത്തയുടെ റൂമിലേക്ക് ഇങ്ങനെ നോക്കുകയാണ്. അപ്പോൾ നോക്കുമ്പോൾ ബോന്തിത്ത അവിടെ ഇങ്ങനെ നിന്ന് പ്രാർത്ഥിക്കണമെന്ന് കാണാം. അപ്പോൾ സൗദാമിനി എന്ന് പറയുന്നത്, നീ എത്ര പ്രാർത്ഥിച്ചിട്ടും കാര്യമില്ല ബോന്തിത്ത, നിന്നെ എന്തായാലും നിൻ്റെ അമ്മയുടെ അടുത്തേക്ക് എത്തിക്കാനുള്ള സമയമായി തുടങ്ങി, നിനക്ക് ഈ വീട്ടിൽ നിന്ന് പോകാനുള്ള സമയമായി തുടങ്ങി എന്ന് അവളിങ്ങനെ നിന്നിട്ട് ചിരിച്ചിട്ട് പറയുന്നുണ്ട്. പിന്നെ സമ്പൂർണ്ണനെയാണ് കാണിക്കുന്നത്. അപ്പോൾ സമ്പൂർണ്ണയാണെങ്കിൽ റൂമിലേക്ക് കിടക്കാൻ വേണ്ടി വരികയാണ്. അപ്പോൾ അവിടെ സൗരഭ് ഇരിക്കുന്നുണ്ട്. അപ്പോൾ സൗരഭ് സമ്പൂർണ്ണനായിട്ടുള്ള അടുക്കാനുള്ള രീതിയിൽ അവൻ സംസാരിക്കുന്നുണ്ട്. പക്ഷേ സമ്പൂർണ്ണ അതൊന്നും മൈൻഡ് ചെയ്യുന്നില്ല. കാരണം അവളോട് പറഞ്ഞിട്ടില്ല, സ്ത്രീധനായിട്ട് കൊടുക്കാനുള്ള 5 ആടുകളെ കൊടുത്തല്ലാണ്ട് അവനായിട്ട് അടുക്കാൻ പാടില്ല എന്ന് അവളോട് പറഞ്ഞിട്ടുണ്ട്. അപ്പോൾ അത് പേടിച്ചിട്ട് അവൾ അടുക്കുന്നില്ല. അപ്പോൾ ഇത് കണ്ടിട്ട് സൗരഭിനൊക്കെ ദേഷ്യം വരികയാണ്. സൗരഭ് പറയാണ്, നീ എന്നോടാണ് മാപ്പ് ചോദിക്കേണ്ടത്, നിൻ്റെ വീട്ടിൽ അന്നുണ്ടായ സംഭവങ്ങൾക്കൊക്കെ നീ എന്നോട് മാപ്പ് ചോദിക്കുന്നതിന് പകരം നീ എന്തെങ്ങനെ മുണ്ടാണ്ടിരിക്കുന്നത്, നീ ഇന്ന് കിടന്ന് ഉറങ്ങണമെന്നൊക്കെ പറഞ്ഞിട്ട് അവളോട് നല്ല ചീത്ത പറയുന്നുണ്ട്. അപ്പോൾ അവൾ തന്നെ കിടന്ന് കരയാണ്. പിന്നെ സൗരഭിൻ്റെ 2 അമ്മമാരെയാണ് കാണിക്കുന്നത്. അപ്പോൾ അത് ഇഷ്ടത്തിയായിട്ടുള്ള 2 അമ്മ. അപ്പോൾ
അമ്മോട് പറയാണ്, നീ ഒരു കാര്യം ഓർമ്മ വെച്ചോ, സമ്പൂർണ്ണയുടെ വീട്ടിൽ നിന്ന് തരാമെന്ന് പറഞ്ഞിട്ടുള്ള സ്ത്രീധനായിട്ടുള്ള 5 ആടുകളെ തരണവരെ അവളുടെ ജീവിതത്തിൽ ഒരു പ്രണയം എന്ന് പറഞ്ഞിട്ടുള്ള ഒരു സംഭവം ഉണ്ടാവില്ല, നീ അത് ഓർമ്മ വെച്ചു എന്ന് പറഞ്ഞിട്ട് ആ അമ്മേനെ ഇങ്ങനെ ഭീഷണിപ്പെടുത്തുകയാണ്. പിന്നെ രാവിലെയാണ് കാണിക്കുന്നത്. അപ്പോൾ ബോന്തിത്തെ ഉറക്കത്തിൽ നിന്ന് എണീക്കുകയാണ്. അപ്പോൾ ഉറക്കത്തിൽ നിന്ന് എണീച്ചിട്ട് നോക്കുമ്പോൾ അവൾ വീണ്ടും ആ ബെഡൊക്കെ നനച്ച് വെച്ചിട്ടുണ്ടാവും, ആകെ മൂത്രമൊഴിച്ച് വെച്ചിട്ടുണ്ടാവും. അപ്പോൾ ആകെ പേടിക്കുകയാണ്. എന്നിട്ട് പറയാണ്, സൗദാമിനി ദീദി എപ്പോഴാണ് വരിക എന്ന് പറഞ്ഞിട്ട് അവളങ്ങനെ ആ ബെഡൊക്കെ എടുത്തിട്ട് നീക്കിയിടുന്നുണ്ട്. ആ ബെഡ്ഷീറ്റൊക്കെ എടുത്തിട്ട് പുറത്തേക്ക് ഇങ്ങനെ വിൻഡോ വഴി പോകാൻ വേണ്ടി നിൽക്കുമ്പോൾ ഉണ്ടാവും അവിടെ അവിടെ ബിഹാരീനെ നിർത്തിയിട്ടുണ്ടാവും. അവൾ പുറത്തേക്ക് പോകുന്നുണ്ടോ, പുഴയ്ക്ക് കുളിക്കാൻ വേണ്ടിയിട്ട് പോകുന്നുണ്ടോ എന്ന് നോക്കാൻ വേണ്ടിയിട്ട്. അപ്പോൾ ഇത് കണ്ടിട്ടാണെങ്കിൽ ബോന്തിത്തെ ആകെ വിഷമിക്കുകയാണ്. അയ്യോ ഞാനിനി എന്ത് ചെയ്യുക, ഇനി എനിക്ക് പുറത്തേക്ക് പോകാൻ പറ്റില്ലല്ലോ, ചേച്ചി ഇനി എപ്പോഴാണ് വരിക എന്നറിയില്ലല്ലോ എന്ന് പറഞ്ഞിട്ട് അവൾ ആകെ ഇങ്ങനെ പേടിച്ച് നിൽക്കുകയാണ്. അപ്പോൾ അവൾക്ക് സൗദാമിനി വരുന്നുണ്ട്. അവൾ റൂമിലേക്ക് കയറുന്നില്ല, പക്ഷേ ആ വാതിലിൻ്റെ ഇടയിൽ കൂടെ അവൾ ബോന്തിത്തേനെ നോക്കുന്നുണ്ട്. എന്നിട്ട് ബോന്തിത്തോനെ അങ്ങനെ നോക്കിയിട്ട് അവളിങ്ങനെ മനസ്സിലിങ്ങനെ പറയാണ്, ബോന്തിത്ത നിനക്ക് ഇവിടുന്ന് പോകാനുള്ള സമയമായി തുടങ്ങി, ഞാനിപ്പോൾ നിൻ്റെ ഈ കാര്യം എല്ലാവരെയും അറിയിക്കും, ഇവിടെ എല്ലാവരും അറിയാൻ പോവാണ് നിൻ്റെ ഈ കാര്യം എന്ന് പറഞ്ഞിട്ട് ദുഷ്ട മനസ്സോടെ അവളിങ്ങനെ നിന്ന് ആലോചിക്കുകയാണ്. പിന്നെ അനിരുദ്ധിനെ കാണിക്കുകയാണ്. അനിരുദ്ധും സൗരഭും കൂടിയിട്ട് ഇങ്ങനെ സംസാരിച്ച് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പോൾ അവനെന്താ പറയുന്നതെന്ന് വെച്ചാൽ, അനിരുദ്ധ് സൗരഭിനോട് ചോദിക്കുകയാണ്, നീ സമ്പൂർണ്ണനെ എങ്ങനെയാണ് ഇങ്ങനെ പുറത്തേക്കൊക്കെ പുഴയൊക്കെ അങ്ങനെ കുളിക്കാൻ വിടുന്നതെന്ന് ചോദിക്കുമ്പോൾ സൗരഭ് പറയണം, അതിനിപ്പോൾ എന്താ, ഇവിടെ അവൾ മാത്രമല്ലല്ലോ പോകണം, അവൾ മാത്രമാണെങ്കിൽ എനിക്ക് ചെറിയ ബുദ്ധിമുട്ടുണ്ടാവും, പക്ഷേ ഇപ്പം അങ്ങനെയല്ലല്ലോ, എല്ലാ ആൾക്കാരും പോകുന്നുണ്ട്, എല്ലാ സ്ത്രീകളും പോകുന്നുണ്ട്, എല്ലാ പുരുഷന്മാരും കുളിക്കാൻ വേണ്ടി അങ്ങോട്ട് തന്നെയല്ലേ പോകുന്നത്, എനിക്കൊരു കുഴപ്പമില്ല എന്നിങ്ങനെ സൗരഭ് പറയുന്നുണ്ട്. ഇത് പറയാണ്, അപ്പോൾ എല്ലാവരും പുറത്തേക്കല്ലേ പോകുന്നത്, അപ്പോൾ സ്ത്രീകൾക്കൊക്കെ നമുക്കൊരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാക്കാമെന്ന് പറയുന്നുണ്ട്, എല്ലാവരും സുരക്ഷിതരാകുമല്ലോ എന്നൊക്കെ അവൻ പറയുന്നുണ്ട്. എന്നിട്ട് അവനെ എല്ലാവരോടും ഇങ്ങനെ പറയാണ്, ത്രിലോചനും ബിനോയും ഒക്കെ അവിടെ ഇരിക്കുന്നുണ്ട്. അപ്പോൾ അവരുടെ അടുത്ത് വന്നിരുന്നിട്ട് ഇവൻ പറയാണ്, ഞങ്ങൾ ഒരു പബ്ലിക് ടോയ്ലറ്റ് ഉണ്ടാക്കാൻ വേണ്ടി പോവുകയാണ് ആൾക്കാർക്ക് വേണ്ടിയിട്ട് എന്ന് പറയുമ്പോൾ ത്രിലോചനൊക്കെ അതിന് നന്നായി എതിർക്കുന്നുണ്ട്. ത്രിലോചൻ പറയാണ്, നമ്മളുടെ കാശ് എന്തിനാണ് വെറുതെ കളയുന്നത്, ഇതൊന്നും അത്ര വലിയ കാര്യമൊന്നുമല്ലല്ലോ, അപ്പോൾ അവർ അവിടെ തന്നെ കുളിച്ചോട്ടെ, പുഴയിൽ തന്നെ കുളിക്കണം തന്നെ നല്ലത്, അതാണ് നമ്മുടെ രീതി എന്നൊക്കെ ഇങ്ങനെ ത്രിലോചന ഇങ്ങനെ പറയുമ്പോൾ അനിരുദ്ധ് അതിന് സമ്മതിക്കുന്നില്ല. അനിരുദ്ധ് പബ്ലിക് ടോയ്ലറ്റ് അവിടെ കൊണ്ടുവരും തന്നെയാണ് പറയുന്നത്. എന്നിട്ട് അവൻ പറയാണ്, ഞാൻ ലണ്ടനിൽ നിന്ന് വന്നത് ഒരു മാറ്റം അവിടെ കൊണ്ടുവരാൻ വേണ്ടിയിട്ടാണ്, അപ്പോൾ അതെന്തായാലും ഞാൻ ചെയ്യും എന്നൊക്കെ പറയുമ്പോൾ ബിനോയ് അവനോട് പറയണം, നിന്നെക്കൊണ്ടൊന്നും നടക്കാൻ പോകണില്ല, ഇതുവരെ നീ ഒന്നും ചെയ്തിട്ടില്ലല്ലോ, നിനക്കൊന്നും പറ്റില്ല എന്ന് പറയുന്നുണ്ട്. അപ്പോൾ അനിരുദ്ധ് പറയാണ്, ഞാൻ ചെയ്യും, നമ്മളെന്തായാലും ശ്രമിച്ചാലാണ് അച്ഛ ഇതെന്തായാലും നടക്കുള്ളൂ, അപ്പം ഞാനതിന് ശ്രമിക്കുക തന്നെ ചെയ്യുന്ന അനിരുദ്ധ് ഇങ്ങനെ പറയുന്നുണ്ട്. ആ സീൻ കട്ടായിട്ട് പിന്നെ കാണിക്കുന്നത് സൗദാമിനിയാണ്. സൗദാമിനി ബട്ടൂക്കിനോട് ഇങ്ങനെ ചെന്ന് ചോദിക്കുകയാണ്, ബട്ടൂക്കെ നീ എന്നോടൊരു കാര്യം ഒളിപ്പിക്കുന്നില്ലേ എന്ന് ചോദിക്കുമ്പോൾ ബട്ടൂക്ക് പറയാണ്, ഞാൻ എന്ത് കാര്യം ഒളിപ്പിക്കുന്നു, ഞാനൊന്നും ഒളിപ്പിക്കുന്നില്ല എന്ന് അവൻ പറയുന്നുണ്ട്. അപ്പോൾ സൗദാമിനി ചോദിക്കുകയാണ്, നീയല്ലേ ആ നനഞ്ഞ ബ്ലാങ്കറ്റും അപ്പോൾ അതിപ്പം ഒക്കെ കൂടിയിട്ട് അപ്പുറത്തേക്ക് കൊണ്ടിട്ട് നീയല്ലേ എന്നിങ്ങനെ ചോദിക്കുന്നുണ്ട്. അപ്പോൾ ബട്ടൂക്ക് പറയണേ, ഞാനൊന്നല്ല, ഞാനെന്തിനാ ഈ നനഞ്ഞതൊക്കെ കൊണ്ടിട്ട് അപ്പുറത്തേക്ക് ഇടണമെന്ന് അങ്ങനെ ചോദിക്കുമ്പോൾ സൗദാമിനി പറയണേ, നീയല്ലേ ഈ ബെഡിലൊക്കെ മൂത്രമൊഴിച്ച് വെച്ചത്, നീയല്ലേ അതൊക്കെ നീയല്ലേ എന്നിട്ട് അപ്പുറത്തേക്ക് ഇട്ടെന്ന് സൗദാമിനി ഇങ്ങനെ കൊണ്ട് ചോദിക്കുമ്പോൾ, ഞാൻ എന്താ ചെറിയ കുട്ടിയാണോ ബെഡിൽ മൂത്രമൊഴിക്കാനെന്നൊക്കെ ബട്ടൂക്ക് പറയാണ്. സൗദാമിനി പറയാണ്, നീ എന്നല്ലേ ഈ വീട്ടിൽ ചെറിയ കുട്ടി, നീ അല്ലാണ്ട് പിന്നെ ആരത് ചെയ്യാമെന്നിങ്ങനെ സൗദാമിനി ഇങ്ങനെ പറയാണ്. സൗദാമിനി ശരിക്ക് ബോന്തിത്തേനെ കൊടുക്കാൻ വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്. ബട്ടൂക്ക് വഴി വീട്ടുകാരെല്ലാവരും അവളുടെ കാര്യം അറിയാൻ വേണ്ടിയിട്ടാണ് സൗദാമിനി ഇങ്ങനെയൊക്കെ ചെയ്യുന്നത്. പിന്നെ ബോന്തിത്തേനാണ് കാണിക്കുന്നത്. ബോന്തിത്തെ ഒരു കട്ടിലിൻ്റെ സൈഡിലിരുന്നിട്ട് കരയണാണ് കാണിക്കുന്നത്. ചേച്ചി പരിധീതി വേഗം വായോ എന്ന് പറഞ്ഞിട്ട് അവളിങ്ങനെ ഇരുന്ന് കരയണാണ് കാണിക്കുന്നത്. ആ സീൻ കണ്ടാൽ നമുക്കും ശരിക്കും നല്ല സങ്കടമാവും. അമ്മ അങ്ങനെ എന്താ പറയുക, അവളാകെ നല്ല വിഷമത്തിൽ ഇങ്ങനെ ഇരുന്ന് കരയണാണ് കാണിക്കുന്നത്. അപ്പോൾ ഇതോടുകൂടിയാണ് 32ാമത്തെ എപ്പിസോഡ് അവസാനിക്കുന്നത്. അപ്പോൾ ആർക്കെങ്കിലും ഇതല്ലാണ്ട് വേറെ ഏതെങ്കിലും ഡ്രാമയോ സീരിയലോ എക്സ്പ്ലനേഷൻ വേണമെന്ന് ആഗ്രഹമുള്ളവർ അതിൻ്റെ നെയിം കമൻറ്റ് ചെയ്തിട്ട് അറിയിക്കുക. അപ്പോൾ തുടർന്നുള്ള എപ്പിസോഡ്സ് ലഭിക്കാനായിട്ട് ചാനലൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. അപ്പോൾ അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.